പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം തരുന്നതും സന്തോഷം ഇല്ലാതാക്കുന്നതും എങ്ങനെയാണ്? നമുക്കെങ്ങനെ സന്തോഷവാന്മാരായിട്ടിരിക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതാക്കുന്നത്? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ സംതൃപ്തി ഉള്ളവരായി മാറുക. രണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ദുഃഖിക്കാതിരിക്കുക. ഒന്നാമത്തെ നമുക്ക് സന്തോഷം തരും, രണ്ടാമത്തെ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയും. മൂന്നാമത് നമുക്കെന്തുണ്ടോ ഉള്ളതുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുകയും നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വസ്തുവകകളുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ വണ്ടിയുണ്ട്, സൈക്കിളുണ്ട്, സ്കൂട്ടറുണ്ട്, ആ ഉള്ളതും അപ്പുറത്തുള്ള മറ്റു വാഹനങ്ങളും അവർക്കുള്ളതുമായി നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ഇത് ചെയ്യരുത്. എനിക്ക് ഇതൊക്കെ ഉള്ളൂ, മറ്റുള്ളവർക്ക് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതവുമായി ഒരിക്കലും അതിനെ തിട്ടപ്പെടുത്താതിരിക്കുക. അത് നമ്മുടെ സന്തോഷം കെടുത്തിക്കളയും. പലപ്പോഴും ആവശ്യമില്ലാതെ മറ്റു പലരുടെയും ജീവിതത്തിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങളും ഒത്തിരിയേറെ ആവശ്യങ്ങളുമുണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ മറ്റു വ്യക്തികളുടെ ജീവിതത്തിലേക്കും ആവശ്യങ്ങളിലേക്കും അനാവശ്യമായി ഇടപെടുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. ചുരുക്കി പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നത് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയും സ്വന്തം കാര്യത്തിൽ കിട്ടിയതിൽ സംതൃപ്തരാകാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരുന്നത്. ഇന്ന് പലരുടെയും പ്രശ്നം നമ്മളെടുത്ത് നോക്കിയാൽ അവർക്ക് ഇല്ലാത്തതല്ല അവരുടെ പ്രശ്നം. പലപ്പോഴും മറ്റുള്ളവർക്ക് ഉള്ളതാണ് അവരുടെ പ്രശ്നത്തിന് കാരണമായി തീരുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കുള്ളതും നമുക്ക് കിട്ടിയതിലും സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കിട്ടിയതിൽ അസൂയപ്പെടുകയും അസ്വസ്ഥരാകാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം എന്നും സന്തോഷമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്നും കിട്ടിയതിൽ അസംതൃപ്തപ്പെടുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.